ആകത്ത് ഒന്നര മാസമായി മോനിക്കുട്ടൻ കുർബാന കൂടിയിട്ട്. ഇല്ലേ? പോയിട്ട് വരാം. മഴയാ രാവിലെ. പോയിട്ട് വരാം. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പോയിട്ട് വന്നതാണ്. രാവിലെ നല്ല മഴക്കോളായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മഴ പെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾ പള്ളിയിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും മഴ പെയ്യണം. ഇപ്പം നല്ല വെയിൽ. പിന്നെ ഇന്ന് സൺഡേ സ്കൂളില്ല. സൺഡേ സ്കൂളിന് കുട്ടികൾക്ക് ഇന്ന് സഹപാഠി മത്സരമാണ്. അപ്പം മോനുകുട്ടൻ ഒന്നും പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ഞങ്ങളിങ്ങി പോരുന്നു. വന്ന വഴിക്ക് കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് ഇന്നിവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ആവുന്നുണ്ടെങ്കിൽ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ആവുന്നത് പോലെ ചെയ്യും. വേറെ ഒന്നുമല്ല, ചിങ്ങം 1 നമ്മളിവിടെ വന്നപ്പോൾ കർട്ടനൊക്കെ ഇട്ടതാണ്. അതൊക്കെ ഒന്ന് മാറ്റണം. കുറേ തുണികൾ കഴുകി വയ്ക്കാനും ഒന്ന് തുടയ്ക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന ചേച്ചിയോടെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ചേച്ചിക്ക് ഇപ്പം ഭയങ്കര അങ്ങോട്ട് 1-ാം തീയതി ആയതുകൊണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ ജോലിയാന്ന് തോന്നുന്നു, വന്നില്ല. അപ്പോൾ എനിക്ക് പറ്റുന്നെങ്കിൽ ഇവിടെ എല്ലാം ഒന്ന് തുടച്ച് മുറ്റത്തൊക്കെ കുറച്ച് കളറൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. നോക്കാം. ഒക്കുന്ന ഇത്രയും പണികളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചാണ്. ഈ പറയുന്ന പോലെ ആവുന്നുണ്ടെങ്കിൽ ചോറ് വെക്കണം. കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചുകൊണ്ട് വന്ന് ഇതുവരെ തേങ്ങ അരച്ച് കറി വെച്ചില്ല. ഇന്ന് എന്തായാലും ഒരു മുളക് കറി വയ്ക്കാൻ പോവാണ്. പിന്നെ ഒരു തോരൻ വയ്ക്കണം ഉച്ചക്കലത്തേക്ക്. പിന്നെ ഇന്നലെ ശനിയാഴ്ച വീഡിയോ എടുത്തില്ല കേട്ടോ, ലോങ് വീഡിയോ എടുത്തില്ല. പിന്നെ നാളെ മുത്ത് വരും, ഇന്ന് കയറും. നാളെ മുത്ത് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് 18-ാം തീയതി RCCയിൽ പോകണം. അപ്പോൾ പിന്നെ ഓണം കഴിഞ്ഞ് പോകാം എന്ന് വിചാരിച്ചാണ് വരുന്നത്. ഓണത്തിന് പ്രത്യേകിച്ച് അവർക്ക് അവധിയൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കഴിക്കട്ടെ. പൈസ രാവിലത്തേടം കഴിക്കട്ടെ. അപ്പം ഇന്നലെ ഞാൻ മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഉടമസ്ഥരുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിൽ പോകാറുണ്ട്. ഇന്നലെ അവിടെ ചെന്നപ്പം അവിടെ നിന്ന് എനിക്ക് ഇതിൻ്റെ ഇല തോരൻ വെക്കാൻ തന്നു. അപ്പോൾ ഇത് കുറച്ച് നടുകയെന്ന് പറഞ്ഞിട്ട് 2 വിത്ത് തന്നു വിട്ടതാണേ. അതൊന്ന് നടാം എന്ന് വിചാരിച്ചു. ഇതൊക്കെ പൊക്കാനുള്ള ആരോഗ്യം എനിക്കുള്ളൂ. ഇത് തന്നെ കുറേ ആമയാൽ വേദനയാണ്. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ എവിടെയെങ്കിലും ഇത് കുഴിച്ച് വെക്കാം എന്ന് വിചാരിച്ചു. രാവിലെ കഴിച്ചു, മെഡിസിനൊക്കെ കഴിച്ചു. മനസ്സിനൊരു സുഖമില്ല പ്രിയങ്ങളെ, മനസ്സൊട്ടും ശരിയല്ല. എവിടെ വയ്ക്കും എന്നാണ് ആലോചിക്കുന്നത്. അവിടെ വെക്കല്ലേ. ഇതാണ് ചേമ്പല തന്നു പറഞ്ഞു തോരൻ വെക്കാൻ.
മറക്കല്ലേ, കൊടുത്തിട്ട് പോണേ. ഇന്നലെ ഞാൻ മറന്നു പോയി. താഴെ ഇറങ്ങി നിൽക്ക്. അതാ മാവിൻ്റെ കൂടെ അതാ തൂക്കിയിടട്ടെ. അത് വെളിയിൽ വെക്കടാ, അത് അങ്ങോട്ട് പോകുമ്പോൾ അമ്മയുടെ കൊടുക്കാൻ. മഴയാണ് പ്രിയങ്ങളെ, വലിയൊരു മഴ പെയ്തു. മോനിക്കുട്ടനെ ആങ്ങള വന്നപ്പോൾ അവൻ്റെ കൂടെ അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ കുറച്ചു നേരം കിടക്കുമായിരുന്നു. മുറ്റമൊന്നും വൃത്തിയാക്കാനൊന്നും ഇറങ്ങിയില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വല്ലാത്ത ഒരു വെച്ച് ചോറുണ്ടിട്ടുള്ള ഒന്ന് തുടയ്ക്കാം. കത്ത മാറ്റണേലും ആരെങ്കിലും വേണം. മുകളിൽ കയറി അത് എടുക്കണ്ടേ. മുട്ട് വരട്ടെ, ഏതായാലും ഒന്ന് നാളെ വരും. ഇതൊന്നും ഞാനങ്ങനെ തോരൻ വെച്ചിട്ടൊന്നും ഇല്ല. എല്ലാം എടുത്ത് കളഞ്ഞിട്ട് സാധാരണ ഉള്ളത്തോരൻ വെക്കുന്ന പോലെ അങ്ങ് വെക്കാനാണ് പറഞ്ഞത്. അരിഞ്ഞെടുത്തു. തേങ്ങ തിരുമ്പി വെച്ചേക്കുന്ന തോരൻ നമുക്ക് അരയ്ക്കാമേ. മീൻ ഇതുവരെ അങ്ങോട്ട് ഐസ് മാറിയില്ല. അത് എന്നിട്ട് നമുക്ക് മീനും കൂടെ അങ്ങോട്ട് കറി വെക്കാം. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന്. ഇന്ന് മഴ പെയ്യുന്നത് കൊണ്ട് വലിയ വിഷമമൊന്നുമില്ല. ഓണത്തിൻ്റെ അന്ന് പെയ്യത്തില്ലല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. നമുക്ക് മീൻകറിയും കൂടെ അങ്ങ് അടുപ്പയിലാക്കാം. തോരൻ ആയി നോക്കട്ടെ. ഉപ്പുണ്ടോ എന്ന് നോക്കാം. മീൻകറി എല്ലാം സെറ്റായി. ഗ്യാസ് ഓഫ് ആക്കട്ടെ. നമുക്ക് ചോറുണ്ണാം. മീൻകറി ഞാൻ എടുക്കുന്നില്ല ഇന്നല്ല, ഇപ്പം എടുക്കുന്നില്ല. എനിക്ക് ചോറും തോരനും അച്ചാറും. ഇന്നലെ അമ്മ അച്ചാറിട്ടണോ? അല്ലാതാട്ടോ. ഇന്നലെ അല്ല, കഴിഞ്ഞ ദിവസം നാരങ്ങായും ഈന്തപ്പഴവും കൂടെ അച്ചാറിട്ടണോ? ഇല്ലാതെ. കഴിക്കട്ടെ. അച്ചാറ് സൂപ്പർ ആയതുകൊണ്ട് പിന്നെ ഒന്നും വേണമെന്നില്ല. ചോറൊക്കെ ഉണ്ട് പ്രിയങ്ങളെ. അപ്പോൾ ഇത് ആങ്ങളെ കൊണ്ടുവന്ന മിഠായിയുടെ കൂട്ടത്തിലുള്ളതാണ്. ഞാനിത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഒരെണ്ണം കഴിച്ച് നോക്കട്ടെ.
കഴിച്ച് നോക്കട്ടെ. അസല് തേങ്ങാപ്പീരയായിരുന്നു കേട്ടോ. തേങ്ങാപ്പീര പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അടുക്കളയൊക്കെ വൃത്തിയാക്കി പ്രിയങ്ങളെ പാത്രമൊക്കെ കഴുകി എല്ലാം തൂത്തുവാരി വീടിനകമെല്ലാം. കുറച്ച് ചുക്കിലിയൊക്കെ അടിക്കാനുണ്ടായിരുന്നില്ല, അടിച്ചു. എല്ലാം തൂത്തുവാരി ഇട്ടേക്കുവാണേ. അടുത്ത മഴയ്ക്ക് മുമ്പേ നമുക്ക് മുറ്റത്ത് കുറച്ച് ജോലികളുള്ളത് തീർക്കാം. മഴക്കോളുണ്ട്. സമയം കണ്ടോ 3:45. ഇന്ന് എന്തുവാ ജോലി ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇവിടെ എല്ലാം തുടച്ചു. മുറ്റത്ത് കുറച്ച് എനിക്ക് പറ്റുന്ന പോലെ കുറച്ച് പോച്ചൊക്കെ പറിച്ച് കളഞ്ഞു. ഒരുപാടൊന്നുമില്ല. ഈ ഫ്രണ്ട് വശത്തെ മുറ്റത്തെയും സൈഡിലത്തേത് അപ്പോഴത്തേക്ക് കുഴഞ്ഞേട്ട് ഇപ്പോൾ കുളിച്ചു. മോനുകുട്ടനെ വിളിക്കാൻ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ പോയി അങ്ങ് കുളിച്ചു. അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാണ്. ആങ്ങളെ വരും. എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. വണ്ടി ഇവിടുന്ന് ഇറക്കുന്നതും ഈ കൈ കൊണ്ട് വയ്യ. എനിക്കതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. കുളിച്ചിട്ട് വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ വരെ പോയിട്ട് വരും. കുളിച്ചോ? കുളിച്ചാലും പറയാൻ എന്തോ അങ്ങനെ അവിടെ പിന്നെ അവിടെ അരക്കാതെ ഒരാളിപ്പോഴാണ് വന്നത്. എനിക്ക് കപ്പ പിഴുങ്ങിയതും കാന്താരി ചമ്മന്തി. ചോറും പിന്നെ കുളിച്ച് റെഡിമണിയായിട്ടൊക്കെ ഇവിടെ ഇരുന്ന്. അന്നേരം ഇവർ സാധനം മേടിക്കണം കണ്ട് ടൗണിലോ ഒക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ഒരുപാട് താമസിച്ചു. പിന്നെ ഈ രാത്രിയിൽ ഇനി അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു മോനിക്കുട്ടിനെ ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയി. പോയി. അപ്പം ഇനിയിപ്പോൾ കഴിക്കട്ടെ. 8 മണിയായി. കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ വാങ്ങിച്ചിട്ടോ? ആരിട്ട് തരാന്? ചുമ്മാ ഇട്ട് തരുന്നതല്ല കാര്യം. ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ചുമ്മാ ഇരിക്കണ്ടല്ലോ. എപ്പോഴേലും വെളിയിലും കറങ്ങാൻ പോവാം. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഞാൻ കേട്ടോ? ദേഷ്യത്തോടെ ജീവിക്കും. ദേഷ്യപ്പെടരുത്. സ്നേഹത്തോടെ ജീവിക്കണം. കാണൊക്കെ പോവും. ഓക്കെ ഓക്കെ. കാണാൻ പറ്റുമോ അതേ? എനിക്ക് പറ്റും. 100 വർഷമായി ഞാൻ അമ്മ മരിക്കും. 100 വയസ്സ്. 100 വയസ്സായ അമ്മ മരിക്കും. ഇല്ല. അമ്മ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോയാച്ചാ അമ്മ ചേട്ടത്തി എപ്പോഴാ വരുന്നത്? ദൈവമേ നീ
അച്ചാച്ചനായില്ലേ 20 വയസ്സായില്ലേ അതുകൊണ്ട് കല്യാണം കഴിപ്പിക്കേ അച്ചാച്ചന് കല്യാണപ്രായമായില്ല. 21 വയസ്സ് വേണം. അടുത്ത വർഷം പോലീസുകാരായിട്ട് പിടിച്ചോണ്ട് പോകും. അടുത്ത വർഷം എന്തൊക്കെ അച്ചാച്ചനെ പഠിച്ച് ജോലിയൊക്കെ വാങ്ങിക്കട്ടെ. അതല്ല എന്തൊക്കെ വെക്കും ഇത് ആദ്യം ഒരു ഷെൽട്ടർ വെക്കാം. നമുക്ക് കഴിച്ചിട്ട് വരാം. ടാറ്റാ ഗുഡ് നൈറ്റ്. കുട്ടന് ചോറ് വേണ്ട, ഞാൻ കഴിക്കട്ടെ പ്രിയങ്ങളെ. കപ്പ പുഴുങ്ങിയതും ചമ്മന്തി ഞാൻ എടുത്ത് വെച്ചേക്കാം. ഇനി മീൻകറി എടുക്കാമേ. മീൻകറി നമ്മൾ തൊട്ടിട്ടേ ഇല്ല, വെച്ച പടുതിയിലിരിക്കുക. നമുക്ക് ഒരു മീൻ കഷ്ണം എടുക്കാം അല്ലേ. നമ്മുടെ തോരൻ മോനിക്കുട്ടനും കൂടെ ഉള്ളായിരുന്നു. മോനിക്കുട്ടൻ ചോറുണ്ടായിരുന്നെങ്കിൽ ഇത് തീർന്നേൻ. ഇതിൻ്റെ 2 ഇല ഞാൻ മാമിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് മാമി ഇന്ന് തോരൻ വെച്ചെന്ന് മോനിക്കുട്ടൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പ്രിയങ്ങളെ. കഴിക്കട്ടെ. നാളെ ചിങ്ങ 1 ഓണം വരുന്നെന്നുള്ളൊരു സന്തോഷമുണ്ട് പ്രിയങ്ങളെ. പക്ഷെ അതിനിടയ്ക്കൊക്കെ കുറേ കാര്യങ്ങൾ എന്നെ സങ്കടപ്പെടുത്തുന്നതുണ്ട്. ഒരിക്കൽ ഞാൻ സന്തോഷിച്ചിരുന്നതാണെങ്കിലും ഇപ്പം എന്നെ സങ്കടപ്പെടുത്തുന്ന കുറേ ദിവസങ്ങൾ ഈ ചിങ്ങത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അതെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് 2-3 ദിവസം കൊണ്ട് ഭയങ്കര മനസ്സിനൊരു ഭാരം പോലെയുണ്ട്. പ്രിയങ്ങളെല്ലാം സന്തോഷത്തോടെ ഈ കർക്കിടകത്തിൻ്റെ എല്ലാ അലച്ചിലും കളഞ്ഞിട്ട് ചിങ്ങത്തെ വരവേറ്റ് സന്തോഷത്തോടെ ഓണം ഒരുങ്ങാൻ എൻ്റെ പ്രിയങ്ങളെ അനുവദിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥനകൾ. നല്ല വിശേഷങ്ങളുമായി കാണാട്ടോ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.